അതിനകത്ത് എഴുതി വെച്ചു. സോ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലോട്ട് പോകാം. റൈറ്റ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് എന്നൊക്കെ വന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റാ നോക്കാം ആദ്യം, അത് അറിഞ്ഞിട്ട് പോരെ ബാക്കിയൊക്കെ. 2 മാർക്സിന് വന്നത് മാർച്ച് 2023, പിന്നെയോ മോഡൽ 2024, പിന്നെയോ ഇംപ്രൂവ്മെൻറ്റ് ജാനുവരി 2022, മോഡൽ 2021, ജൂൺ 2022. അന്ന് എക്സാം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്താണ് നടന്നത്, കൊറോണ ടൈം. പിന്നെ മാർച്ച് 2024, അപ്പം കഴിഞ്ഞ റീസെൻറ്റും വന്നിട്ടുണ്ട് അല്ലേ അതിനകത്ത്. പിന്നീട് അപ്പോൾ ഇത്രയും ഇയർ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യനാണ്, വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം അതുകൊണ്ട് ഒരു 3 സ്റ്റാർ കാറ്റഗറിയിൽ 3 to 4 സ്റ്റാർ മസ്റ്റ് ട്രൈ ക്വസ്റ്റ്യനാണ്. റൈറ്റ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ്. അപ്പം അതിനകത്ത് നിങ്ങൾ ക്ലാസ് എന്ത് ചെയ്യുക, ഉടനെ ക്ലാസ്സൊക്കെ പെട്ടെന്ന് ജോയിൻ ആവുക. ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്താണ്, അതിലെ ടേമുകൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡി ബ്രോഗ്ലി പറഞ്ഞു എന്തുണ്ട്, തരംഗ സ്വഭാവമുണ്ട്. പാർട്ടിക്കിൾസിന് എന്തുണ്ട്, തരംഗ സ്വഭാവമുണ്ട്. അപ്പം ഡി ബ്രോഗ്ലിയുടെ വേവ് ലെങ്ത് ഇപ്പം നമ്മുടെ ടിൻഡുമോൻ എന്താണ്, ടിൻഡുമോൻ ഒരു പാർട്ടിക്കിളാണ്. പക്ഷേ ടിൻഡുമോൻ എന്തുണ്ട്, ടിൻഡുമോൻ ഒരു തരംഗമാണ്. നാട്ടിൽ മൊത്തം ഒരു തരംഗമല്ലേ ടിൻഡുമോൻ. അതെ, അപ്പോൾ അതാണ് പാർട്ടിക്കിൾസിന് എന്തുണ്ട്, ഒരു ഡുവൽ നേച്ചർ ഉണ്ട്. അതാണ് നമ്മുടെ ഡി ബ്രോഗ്ലി ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡി ബ്രോഗ്ലി, നിങ്ങളോട് എന്താ ചോദ്യം, റൈറ്റ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ, എന്നിട്ട് അതിലെ ടേമുകൾ പറയാനും. അപ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യം ഇതാണ്, ലാംഡ = HP. ഡി ബ്രോഗ്ലി HP-യുടെ ഒരു ലാപ്ടോപ്പ് വാങ്ങി. ലാംഡ. അപ്പം ലാപ്ടോപ്പ് HP-യുടെ ആര് വാങ്ങിയത്, ഡി ബ്രോഗ്ലി HP-യുടെ ലാപ്ടോപ്പ് വാങ്ങി. അപ്പം ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ലാംഡ H/P എന്നാണ്. നിങ്ങൾക്ക് ലാംഡ H/P എന്ന് പറഞ്ഞാൽ എന്താ, മൊമെൻ്റമാണ്. മൊമെൻ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മൊമെൻ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇങ്ങനെയും എഴുതാം. അപ്പം ഇതാണ് ലാംഡ. അപ്പം നിങ്ങൾക്കൊരു ഭാരമില്ലേ, ഉണ്ട്. നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾക്കൊരു സ്പീഡ് ഉണ്ടാവില്ലേ, ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു തരംഗമാണ്, നിങ്ങൾ നാട്ടിലെ ഒരു തരംഗമാണ്. ടിൻഡുമോൻ ഒരു തരംഗമായത് എങ്ങനെയാണ്, ടിൻഡുമോൻ ഒരു ഭാരമുണ്ട്, ടിൻഡുമോൻ ഓടുന്നുമുണ്ട്. അപ്പം ടിൻഡുമോൻ എന്താണ്, ഒരു തരംഗമുണ്ട്. മനസ്സിലായില്ല? അങ്ങനെ എല്ലാ വസ്തുക്കൾക്കും ഒരു തരംഗ സ്വഭാവമുണ്ട്. അപ്പം ടിൻഡുമോൻ്റെ തരംഗ ലെങ്ത്, അപ്പം ടിൻഡുമോൻ ഇങ്ങനെയാണെങ്കിൽ ടിൻഡുമോൻ്റെ ലെങ്ത് എത്രയാ? അപ്പം ടിൻഡുമോൻ ഇങ്ങനെ കിടത്തി നോക്കിയിട്ട് ടിൻഡുമോൻ്റെ ലെങ്ത് എത്രയാണെന്ന് അളക്കണ്ട. ടിൻഡുമോൻ ഒരു തരംഗ സ്വഭാവം ഉണ്ടെങ്കിൽ, ടിൻഡുമോൻ്റെ തരംഗം ഇതാണെങ്കിൽ ടിൻഡുമോൻ്റെ തരംഗത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ അത് കാണൽ എങ്ങനെയാണ്, അത് കാണാൻ ഇക്വേഷൻ ടിൻഡുമോനെ കിടത്തിയിട്ട് അളക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടിൻഡുമോനെ ലാംഡ കാണാൻ പറഞ്ഞാൽ H എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, അത് നിങ്ങൾ കാണാതെ പഠിക്കണം. 6.6 × 10⁻⁻34. ഇനി ടിൻഡുമോന് ഒരു വെയിറ്റ് ഉണ്ടാവില്ലേ, വെയിറ്റ് മെഷീനിൽ കൊണ്ടുപോയിട്ട് ടിൻഡുമോൻ്റെ വെയിറ്റ് ഇളക്കുക. അപ്പോൾ ടിൻഡുമോൻ ഇപ്പോൾ ഒരു 50 കിലോ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 50 kg അപ്പോൾ ടിൻഡുമോന് മാസായി. ടിൻഡുമോൻ ഓടുന്നുണ്ട്. അപ്പോൾ ടിൻഡുമോന് വെലോസിറ്റി ഉണ്ടാവും ഒരു 3 m/s. അപ്പോൾ 3 m/s. അപ്പോൾ ഇതാണ് ടിൻഡുമോൻ്റെ തരംഗ നീളം. അല്ല ടിൻഡുമോനെ കിടത്തിയിട്ട് അളന്ന് തരംഗം കിട്ടില്ല. ടിൻഡുമോൻ്റെ തരംഗ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ, ടിൻഡുമോൻ ഒരു തരംഗമാണെങ്കിൽ ടിൻഡുമോൻ്റെ തരംഗത്തിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് H എന്ന് പറയുന്ന വാല്യൂ കാണാതെ പഠിക്കണം. അതുപോലെ മാസ് നിങ്ങൾ അത് പിന്നെ വെയിങ് മെഷീനിൽ ടിൻഡുമോനെ കൊണ്ടുവന്ന് വെക്കണം. പിന്നെ ടിൻഡുമോൻ ഓടുമ്പോൾ ടിൻഡുമോൻ്റെ സ്പീഡ് നോക്കണം. ഇതുണ്ടെങ്കിൽ ടിൻഡുമോൻ്റെ തരംഗ നീളം നമുക്ക് കിട്ടും. അല്ല ടിൻഡുമോനെ അങ്ങനെ തരംഗ രൂപത്തിലാക്കി വെച്ചിട്ട് അളന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ വെച്ചാൽ കിട്ടൂല, അതല്ല ടിൻഡുമോൻ്റെ തരംഗം. എനിവേ മനസ്സിലായോ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ച്. കേൾക്കുന്നില്ലേ? ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ ആയെന്ന് വിചാരിച്ചു പോയി. ഓക്കെ. അപ്പം നിങ്ങൾ അതിനകത്ത് ഒരു തരംഗമാണെങ്കിൽ, നിങ്ങൾ നാട്ടിലൊരു തരംഗമാണ്. അപ്പം നാട്ടിൽ നിങ്ങളൊരു തരംഗമാണെങ്കിൽ നിങ്ങളുടെ തരംഗ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം നിങ്ങളെ ഓടുമ്പോഴല്ലേ നിങ്ങൾ തരംഗമാവാം. അപ്പോൾ ഓടണം മനസ്സിലായില്ലേ? വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ തരംഗമാണെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. അപ്പോൾ എന്ത് വേണം, തരംഗം ആവണമെങ്കിൽ ഒരു H/മാസ് ഇൻറ്റു വെലോസിറ്റി വേണം. മനസ്സിലായില്ലേ? അപ്പം അതാണ് തരംഗം എന്ന് പറയുന്നത്.
അപ്പം നിങ്ങളോട് ചോദിക്കുക റൈറ്റ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആണ് ലാംഡ ഇസിക്കൽ ടു എച്ച് ബൈ പി ലാംഡ ഇസിക്കൽ ടു എച്ച് ബൈ എം വി എച്ചിനെ നമ്മൾ പ്ലാങ്ക് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്താണ് പ്ലാങ്ക്സ് മാക്സ് പ്ലാങ്ക് അപ്പം മാക്സ് പ്ലാങ്ക് അപ്പം ഇതിലെ ഓരോ ടേമുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ലാംഡ ഇസിക്കൽ ടു എച്ച് ബൈ പി നമുക്ക് എഴുതാം ലാംഡ ഇസിക്കൽ ടു എന്താണ് എച്ച് ബൈ എം വി അപ്പോൾ നിങ്ങൾ ഓർക്കുക ടിൻറ്റുമോൻ ഓടിയപ്പം ടിൻറ്റുമോന് തരംഗമായി ടിൻറ്റുമോൻ തരംഗത്തിൻ്റെ നീളം ടിൻറ്റുമോൻ്റെ മാസ് ടിൻറ്റുമോൻ്റെ വെലോസിറ്റി മുകളിലൊരു എച്ച് അപ്പോൾ ടിൻറ്റുമോൻ എച്ച് ഇടാൻ പോയതാണ് അപ്പോഴല്ലേ ടിൻറ്റുമോനും സ്പീഡൊക്കെ വരിക ഓക്കെ അപ്പോൾ അതും കൂടി ഓർത്ത് വെച്ചാൽ ഇനി അതുമല്ലെങ്കിൽ ലാംഡയുടെ ലാപ്ടോപ്പ് വാങ്ങി എച്ച് പിയുടെ ആര് ഡി ബ്രോഗ്ലി അപ്പം ഇതിനകത്ത് ലാംഡ ഇസിക്കൽ ടു എച്ച് ബൈ എം വി ആയി ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും ഇതിലെ ടേംസ് പറയാം ലാംഡ ഈക്വൽ ടു എന്താണ് വേവ് ലെങ്ത് എച്ച് എന്താണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇതിനെ എന്താ വിളിക്കുക പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എം മാസാന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ വി വെലോസിറ്റി ആണ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ മാസ് ഓഫ് ദി പാർട്ടിക്കിൾ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഓക്കെ അല്ലേ തകർത്തോ പൊളിച്ചോ ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിക്കൂ ഇത് സെറ്റായവരൊക്കെ ലൈക്ക് അടിക്കൂ അപ്പോൾ ഇതാണ് ഡി ബ്രോഗ്ലി എവിടെ കണ്ടാലും ഡി ബ്രോഗ്ലി അത് നിങ്ങൾ അടുത്ത വർഷം ഫിസിക്സിലും പഠിക്കൂ കേട്ടോ ഡി ബ്രോഗ്ലി അപ്പോൾ ഇപ്പോഴേ പഠിച്ചു പോയിക്കോളൂ ഡി ബ്രോഗ്ലി ഓക്കെ അപ്പോൾ ഇത് അങ്ങോട്ട് സ്ക്രീൻഷോട്ട് ക്ലിക്ക് പി എന്ന് പറഞ്ഞാൽ മൊമെൻ്റമാണ് ഓക്കെയാണ് നിങ്ങളെല്ലാവരും അതിനകത്ത് ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു സോ ലെറ്റ്സ് മൂവ് ഇൻ ടു നെക്സ്റ്റ് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും നിങ്ങൾ അതിനകത്ത് ആവശ്യമില്ല ഇനി ഇതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം 2 മാർക്കിന് വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് എ ബോൾ ഞാൻ പറഞ്ഞു ബോളിന് എന്തുണ്ട് ഒരു തരംഗ സ്വഭാവം ഉണ്ട് അപ്പോൾ ബോൾ മൂവ് ചെയ്യുമ്പോൾ എന്താണ് ഒരു തരംഗം നേച്ചറുണ്ട് അപ്പോൾ ആ തരംഗത്തിൻ്റെ നീളം കാണാനാണ് വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് ദ ബോളിൻ്റെ വേവ് ലെങ്ത് എന്താണ് മാസ് ബോളിൻ്റെ ഭാരം എത്രയാ 0.1 ആണ് 0.1 kg ബോൾ ചലിക്കുന്ന സ്പീഡും തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് അവിടെ ടിൻറ്റുമോന് പകരം ബോളായി അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളോട് വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് എ ബോൾ വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് ടിൻറ്റുമോൻ വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് പിങ്കിമോൾ അപ്പം അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇതന്നെയാണ് ആൻസർ ഓക്കെ അല്ലേ ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിച്ചത് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പം ഇതാണ് ചോദ്യം അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് പിങ്കിമോൾ അപ്പം ഇതാണ് വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് പിങ്കിമോൾ എന്ന് വിചാരിച്ചോളൂ അപ്പം പിങ്കിമോൾ മാസ് എത്രയുണ്ട് പിങ്കിമോൾ നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിങ്കിമോൾ ഒരു 60 കിലോ ഉണ്ട് അപ്പം പിങ്കിമോൾക്ക് ഓടാൻ അതിനകത്ത് അധികം സ്പീഡില്ല അപ്പം പിങ്കിമോളുടെ വെലോസിറ്റി എന്താണ് ഒരു 5 മീറ്റർ പെർ സെക്കൻഡാണ് പിങ്കിമോൾക്ക് ഓട്ടം അത്ര അങ്ങോട്ട് വശമില്ല പിങ്കിമോൾ അതിനകത്ത് ഇരുന്ന് പഠിക്കുകയാണ് ഓക്കെ അപ്പം അതിനകത്ത് ഇനി എന്താണ് സംഗതി ഇനി ചോദിച്ചത് പിങ്കിമോൾ ഓടുന്നുണ്ടെങ്കിൽ പിങ്കിമോളുടെ തരംഗത്തിൻ്റെ നീളം എന്താണ് ലാംഡ ഈസിക്കൽ ടു വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് പിങ്കിമോൾ മാസ് എത്രയാ 60 കിലോ പിങ്കിമോൾ കുറച്ച് ഫുഡ് ഓവർ വെയിറ്റ് ആണ് പിങ്കിമോൾ വെലോസിറ്റി അതുകൊണ്ട് തന്നെ ഓടാൻ സ്പീഡൊന്നും അങ്ങോട്ട് പോരാ അപ്പോൾ ലാംഡ പിങ്കിമോൾ ഓടുമ്പോൾ വേവ് ലെങ്ത് ചോദിച്ചാൽ എച്ച് കാണാതെ പഠിക്കണം പിങ്കിമോളുടെ മാസ് തന്നിട്ടുണ്ട് 60 പിങ്കിമോളുടെ സ്പീഡ് തന്നിട്ടുണ്ട് 5 അത് ചെയ്താൽ മതി അപ്പോൾ എച്ച് എത്രയാ 6.6 × 10⁻⁻34 മാസ് 60 × 5 കാൽക്കുലേറ്ററിൽ അടിക്കുക അപ്പോൾ 6×5 30 300 എന്ന് കിട്ടും അപ്പോൾ 6.6/300 എന്ന് വരും ഇൻറ്റു അവിടെ എന്തുണ്ട് ഒരു 10⁻⁻34 ഉണ്ട് ആ എച്ചിൻ്റെ വാല്യൂ മിക്കവാറും ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാറുണ്ട് നമുക്ക് തരാറുണ്ട് ഇവിടെ തന്ന് കണ്ടില്ലേ 6.6 × 10⁻⁻34 അപ്പം ഓക്കെ സെറ്റായവരൊക്കെ ലൈക്ക് അടിക്കൂ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തകർക്കും പേപ്പർ ഒന്നാകെ കത്തിക്കും എന്നുള്ളവരൊക്കെ ഒരു ലൈക്ക് അടിക്കൂ എഴുതിയിട്ട് കത്തിക്കുക കേട്ടോ മൊത്തത്തിൽ കത്തിച്ച് കഴിഞ്ഞാൽ പണിയാവും ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഓക്കെ ആണല്ലോ നിങ്ങൾ ഓക്കെയാണ് സോ നമുക്ക് ഇതെങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ ഇത് എളുപ്പമാണെന്നുള്ളവർ ലൈക്ക് അടിച്ചേ മനസ്സിലാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം ഒരു ഡിസ്ലൈക്ക് ആയിരിക്കും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് അടുത്തത് വീണ്ടും ചോദിച്ചിരിക്കുന്നു ഇവിടെ പിങ്കിമോളും ടിൻറ്റുമോനും ഒന്നുമല്ല ഇവിടെ എന്താണ് നേരത്തെ ബോളിൻ്റെ കേസ് നമ്മൾ കണ്ടല്ലോ ഓക്കെ അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് അസോസിയേറ്റഡ് വിത്ത് എൻ ഇലക്ട്രോൺ ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ
വേവ് ലെങ്ത് കാണാനാണ്. ആ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 2.05 × 10⁻⁷ m/s. അപ്പം ഇത് ഇനിയിപ്പം അതിനകത്ത് ഒരു ഇഷ്യൂ എന്താണെന്നറിയോ? ഇൻ കേസ് ഇത് മോഡൽ എക്സാം ആയതുകൊണ്ടായിരിക്കും, ഇലക്ട്രോണിൻ്റെ മാസ് തന്നിട്ടില്ല. അപ്പം അതെന്ത് ചെയ്യും? അപ്പം നമുക്ക് ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സ്പീഡ് തന്ന്. അപ്പം നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണാൻ പറഞ്ഞാൽ എച്ച് മുകളിലുണ്ടാവും, മാസ് കിട്ടണം, സ്പീഡ് കിട്ടണം. അവിടെ ഇലക്ട്രോണിൻ്റെ സ്പീഡ് തന്നു, എത്രയാ? 2.05 × 10⁻⁷. പക്ഷെ എച്ച് നമുക്ക് കാണാതെ അറിയാമല്ലോ, എച്ച് എല്ലാവർക്കും അറിയാം. എച്ച് എന്താണ്? 6.6 × 10⁻⁻34. മാസ് തന്നില്ല, ഇലക്ട്രോണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ മാസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, 9.1 × 10⁻⁻31 കിലോഗ്രാം. അതാണ് ഇലക്ട്രോണിൻ്റെ മാസ്. ഇപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊടുത്താൽ സെറ്റായില്ലേ? മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. അപ്പം ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ക്ലിക്ക്. ഓക്കെ, ഇനി ചെയ്ത രീതികളൊക്കെ നോക്കൂ. ലാംഡ ഇക്വേഷൻ എഴുതണം കേട്ടോ. ഇക്വേഷൻ എഴുതാണ്ട് എഴുതിയ മാർക്ക് കിട്ടില്ല. അതിനകത്ത് ലാംഡ = ആദ്യം ക്ലിക്കുന്നതിന് മുന്നേ ലാംഡ = h/mv എന്ന് എഴുതണം കേട്ടോ. അതാണ് ഇക്വേഷൻ, അതിൽ നമ്മൾ കൊടുത്തതാണ്. ഓക്കെ, ലാംഡ = h/mv. എച്ചിൻ്റെ സ്ഥാനത്ത് അത് കൊടുത്തു. പിന്നെ മാസ്, നമ്മൾ ഇലക്ട്രോണിൻ്റെ മാസ്സാണ്, അത് നിങ്ങളിവിടെ എഴുതി വെക്കുക. മാസ് ഓഫ് ഇലക്ട്രോൺ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ക്ലിക്കുന്നതിന് മുന്നേ, ഇപ്പം ക്ലിക്കണ്ട, അത് എഴുതി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. മാസ് ഓഫ് ഇലക്ട്രോൺ me = 9.1 × 10⁻⁻31 കിലോഗ്രാം. പിന്നെ വെലോസിറ്റി അവിടെ തന്നു. ദെൻ വാല്യൂസ് ഒക്കെ കൊടുത്തു. നമ്മൾ വാല്യൂസ് മാത്രം ആദ്യം ചെയ്തു. 6.6 9.1 2.05 വാല്യൂസ് മാത്രം നമ്മളൊന്ന് ഗുണിച്ച് നോക്കി. അപ്പോൾ മുകളിൽ 6.6 താഴെ 18.655 വന്നു. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 0.35 എന്ന് കിട്ടും. പിന്നെ നമ്മൾ 10ൻ്റെ പവറുകൾ നോക്കുക. 10ൻ്റെ പവറുകൾ ഇതിലെങ്ങനെ നോക്കുക? അല്ലേ നിങ്ങൾ ഇതിനകത്ത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ബ്രാക്കറ്റ് ഇട്ടോ കറക്റ്റ് ശരിയായ രീതിയിൽ ചെയ്താൽ ആൻസർ കിട്ടും. അല്ലെങ്കിൽ 10ൻ്റെ പവറുകൾ നോക്കുമ്പോൾ -34 -31. അപ്പം 34 രണ്ടും മൈനസ് ആയതുകൊണ്ട് ഇതിനകത്ത് വെട്ടിപ്പോവും. അപ്പം -34 -31 കുറച്ചാൽ ബാക്കി മുകളിൽ അപ്പം -3 ഉണ്ടാവും. 34 31 വ്യത്യാസം -3 അല്ലേ, അതായത് -34 -31 അപ്പോൾ അത് വെട്ടി പോയിട്ട് -3 മുകളിലുണ്ടാവും. താഴെ ഒരു 7 ഉണ്ട്, +7 ആണ് 7. അത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും? -7 ആവും, 10⁻⁻7. അപ്പം -3ഉം -7 കൂടി -10 എന്ന് വരും. അപ്പോൾ 0.35 × 10⁻⁻, ഇതിപ്പോൾ ഒന്നാകെ അടിച്ചു കൊടുത്ത് നിങ്ങളാകെ ചിലപ്പം ബുദ്ധിമുട്ടാവും. ആദ്യം വാല്യൂസ് മാത്രം എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. എന്നിട്ട് അപ്പം അത് എഴുതുക, താഴെ വാല്യൂസ് എഴുതി. അപ്പം വാല്യൂസിൻ്റെ ആൻസർ അവിടെ കിട്ടും. ഇനി പവറുകൾ നോക്കുക. പവറുകൾ നിങ്ങൾ അടിയിൽ എന്തുണ്ട്? ഒരു 10⁻⁻31 ഉണ്ട്, × 10⁻7 ഉണ്ട്. അത് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ ഉത്തരം കിട്ടും. ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആണെങ്കിൽ എന്താ ചെയ്യൽ? ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആണ്. പവർ ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആണെങ്കിൽ നമ്മൾ കുറയ്ക്കുക ചെയ്യേണ്ടത്, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ ഇവിടെ 31 7 കുറച്ചാൽ എത്രയാ? 30 7 കുറച്ചാൽ 23 ആണ്. അപ്പം 24 കിട്ടും. അപ്പോൾ 24 കിട്ടും, മൈനസ് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 10⁻⁻24 ആണ് കിട്ടുക. ഇനി എന്ത് ചെയ്യണം? അത് കിട്ടും താഴെ. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈ -31ഉം 7ഉം കൂടി ഗുണിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക -24 ആണ്. അപ്പോൾ അവിടെ എന്ത് കിട്ടി? -24 കിട്ടി, അടിയിൽ ഇത് രണ്ടെണ്ണം ഗുണിച്ചപ്പോൾ. അതായത് പവറുകൾ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ, 10ൻ്റെ പവറുകൾ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഖ്യകൾ എന്ത് ചെയ്യാണ്? കൂട്ടലാണ്. അപ്പോൾ ഇവിടെ ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആയതുകൊണ്ട് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. അപ്പോൾ -24 ആണ്. അത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടും. മുകളിൽ എന്ത് വന്നു? -34 ഉണ്ട്. അപ്പോൾ -34 മുകളിൽ, -24 അടിയിൽ. അപ്പോൾ അത് കട്ടായി പോകും, മൈനസും ഒരേ ഇതായതുകൊണ്ട്, സൈൻ ആയതുകൊണ്ട്. അപ്പം -24 -34. അപ്പോൾ മുകളിൽ എന്ത് വരും? 24ഉം 34 പോയാൽ -10 ആണ്. അപ്പോൾ അതാണ് മുകളിൽ -10 വന്നത്. അപ്പോൾ ഇത് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. മനസ്സിലാകാത്തവർ ഡിസ്ലൈക്ക് അടിക്കൂ. ഓക്കെ, അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ അതിനകത്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിവേ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ യു ക്യാൻ അതിനകത്ത് നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പം ഇതിനകത്ത് നമ്മൾ ഇത് നിങ്ങൾ അതിനകത്ത് ഫൈനലി ഒറ്റ മിനിറ്റ് അതിനകത്ത് അപ്പം നിങ്ങൾ ലാംഡ = h/mv എഴുതിയിട്ട് മാസ് ഓഫ് ഇലക്ട്രോൺ = 1.6 × 10⁻, മാസ് ഓഫ് ഇലക്ട്രോൺ = 9.1. അത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ് 1.6. 9.1 × 10⁻31 kg
ഇത് മാസ് ഓഫ് ഇലക്ട്രോൺ ആട്ടോ, മാസ് ഓഫ് ഇലക്ട്രോൺ. അത് തന്നിട്ടില്ല, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇലക്ട്രോണിൻ്റെ മാസ് എന്താണ്? 9.1 × 10⁻⁻31. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് അങ്ങ് വരുള്ളൂ. അപ്പം അതാണ് അതിൻ്റെ ആൻസർ. ഇൻറ്റു 10⁻⁻10 വരും ഇതിൻ്റെ കൂടെ. ഓക്കെ, അപ്പം ഇത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു സിമിലർ പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ആണ്, അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ ക്വസ്റ്റ്യൻ, പബ്ലിക് എക്സാം ആണ്, കണ്ടോ മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട്. അപ്പം ഇലക്ട്രോണിൻ്റെ മാസ് അവിടെ തന്നു, ഇലക്ട്രോണിൻ്റെ സ്പീഡ് തന്നു. ദെൻ വേവ് ലെങ്ത് കാണാനാണ്. എച്ചിൻ്റെ വാല്യൂ നിങ്ങൾ അറിയണം. എച്ചിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ, എച്ചിൻ്റെ വാല്യൂ തരാറുണ്ട്, തന്നിട്ടില്ലെങ്കിൽ 6.6 × 10⁻⁻34. പ്ലാങ്കിന് 66 വയസ്സാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിന്, 10⁻⁻34. അപ്പോൾ പ്ലാങ്കിന് ശരിക്കും 6 36 അല്ലേ വരേണ്ടത്, പക്ഷേ 2 വയസ്സ് കുറവാണ്, അപ്പം -34. അപ്പം പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് അതിനകത്ത് പഠിക്കാനുള്ള ഒരു എളുപ്പവഴി അതാണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഒന്നും വരുന്നില്ല ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിന് 36 വയസ്സാണ് ശരിക്കും പ്ലാങ്കിന്. അപ്പം 36 എന്ന് പറഞ്ഞാൽ 6 6 അല്ലേ, 6 × 6. അപ്പോൾ പ്ലാങ്കിന് ശരിക്കും എന്താണ് 36 വയസ്സാണ്, 6 × 6. പക്ഷേ പുള്ളി എന്താണ് ഭയങ്കര യങ്ങാണ്, അപ്പോൾ അതുകൊണ്ട് 2 വയസ്സ് കുറവാണ്. അപ്പോൾ 36 2 കുറച്ച് കുറവാണ്, -34. അപ്പോൾ മനസ്സിലായോ? പ്ലാങ്കിന് 36 വയസ്സാണ് വേണ്ടത് ശരിക്ക്. പക്ഷേ പുള്ളി എക്സസൈസും ഒക്കെ ഫുഡൊക്കെ ഭയങ്കര കൺട്രോൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര 2 വർഷം കുറഞ്ഞ ആ ഒരു യങ്ങാണ്. മനസ്സിലായില്ലേ? അപ്പം 6.6 × 10⁻⁻34 ആണ് പ്ലാങ്ക്. അപ്പോൾ പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. അപ്പം നിങ്ങൾ അതിനകത്ത് എഴുതി വെക്കൂ. ഇതും സെയിം പാറ്റേൺ ആണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്ക് അറിയുമായിരിക്കും. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് വന്നത്? എച്ചിൻ്റെ വാല്യൂ അവിടെ കൊടുത്തു, പിന്നെ മാസ്, ഇലക്ട്രോണിൻ്റെ മാസ് കൊടുത്തു, പിന്നെ വെലോസിറ്റി കൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എളുപ്പമാകാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്ററിൽ സംഖ്യകൾ മാത്രം എന്ത് ചെയ്യുക, ഗുണിക്കുക. 6.6 ഉണ്ട്, അടിയിൽ 9.1 ഉണ്ട്, ഇൻറ്റു 10 ഉണ്ട്. അപ്പോൾ അത് ചെയ്താൽ ഒരു ആൻസർ കിട്ടും. ഇൻറ്റു നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ അവിടെ മുകളിൽ എന്തുണ്ട്, -34 ഉണ്ട്, താഴെ -31 ഉണ്ട്. അപ്പോൾ പവറുകൾ ഇങ്ങനെ ഒരു സൈഡിക്കും സംഖ്യകൾ ഒരു സൈഡിക്കും ആക്കി കഴിഞ്ഞാൽ ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇത് ചെയ്യുക, 9.1 × 10. അപ്പോൾ 6.6 9.1 × 10 എന്ന് പറഞ്ഞാൽ 91 ഇൻറ്റു. ഇനി നിങ്ങൾ പവർ കാൽക്കുലേറ്ററിൽ അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇവിടെ മൈനസ് ആണ്, രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ 34 31 ക്യാൻസലായി പോകും, ബാക്കി മുകളിൽ 3 ഉണ്ടാവും, അത് -3 അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണോ 6.6/91 എന്ന് പറഞ്ഞാൽ 0.072 × 10⁻⁻3. വേവ് ലെങ്ത് മീറ്റർ ആണ് കേട്ടോ. വേവ് ലെങ്ത് നമ്മൾ എന്താണ് പറയുക, മീറ്ററിലാണ്. ഓക്കെ അല്ലേ? നീളമല്ലേ വേവിൻ്റെ നീളം, അപ്പോൾ മീറ്ററാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് ഒരു റിലാക്സേഷൻ ടൈമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലോട്ടൊക്കെ നോക്കുക. അപ്പം ഇതിനകത്തെ നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റായോ? ഓക്കെ, അപ്പം ആർക്കെങ്കിലും ഇപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വിളിച്ച് പറയണമെങ്കിൽ വിളിച്ച് പറയാവുന്ന ടൈമാണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈക്വൽ ടു, ഡി ബ്രോഗ്ലി എന്ത് ചെയ്തു, ഡി ബ്രോഗ്ലിക്ക് ലാപ്പ് കേടായപ്പം ഒരു ലാപ്പ് വാങ്ങി. അപ്പം ലാംഡ, ഏത് ലാപ്പാണ് വാങ്ങിയത്, HP-യുടെ H/P. ഇനി ടിൻഡുമോൾ ഒരു തരംഗമാണ്. ടിൻഡുമോൾ ഓടുമ്പം, ടിൻഡുമോളല്ല പിങ്കിമോൾ, ടിൻഡുമോൻ. അപ്പം അവരുടെ തരംഗത്തിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ λ = H/mv. അപ്പം അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അതിനകത്ത് ഇക്വേഷനിൽ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാസ്റ്റ് ലാംഡ എന്താണ്, മീറ്ററാണ്, അത് മറക്കണ്ട. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. സിമ്പിൾ ആണെന്നുള്ളവർ ലൈക്ക് അടിച്ചേ. ഓക്കെ, അപ്പം ഇതാണ് അതിനകത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഓക്കെ, അപ്പം നമുക്ക് ഇനി ഓക്കെ, അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ ഫാറ്റിഗ് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തോട്ടൊക്കെ നോക്കുക. എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ബുക്കോ വേറെ എന്തെങ്കിലും കണ്ണടച്ചിരിക്കുക.
അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കണ്ണടച്ചിരിക്കുക. ഈ ടെക്നിക്കിനെയാണ് നമ്മൾ മൈക്രോപോസ് ടെക്നിക്ക് എന്ന് വിളിക്കുക. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞ ഒരു സംഗതിയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്ലൈ അടിക്കും ഉത്തര ബ്രെയിനിൽ. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ട് ഒന്നും ചെയ്യാണ്ട് ഒരു 10 സെക്കൻഡ് വെറുതെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ റിവേഴ്സിൽ ബ്രെയിനിൽ സ്റ്റോർ ആവുന്നത്. So just relax for 10 seconds. സോ നമ്മൾ പോവുകയാണ്. നമ്മൾ പിങ്കി മോൾ വീണ്ടും ഓടാൻ റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ഇതും അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. സെയിം ക്വസ്റ്റ്യൻ, എന്ത് മാത്രമേ ഉള്ളൂ, കാൽക്കുലേറ്റ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, ഇലക്ട്രോൺ ആണ്, വെലോസിറ്റി തന്നു. ഇത് നമ്മൾ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ചെയ്തു എന്ന് തോന്നുന്നു ഇതേ ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്, ചെറിയ വാല്യൂ വ്യത്യാസമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്ത് നോക്കേണ്ടവർക്ക് ഇത് ക്ലിക്കാം. ഓക്കെ അല്ലേ? ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ഓക്കെ അല്ലേ? അതിനകത്ത് ലൈക്ക് അടിച്ച് ഓക്കെ. അപ്പം ഇതാണ് ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പോകുന്നത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. എന്താ ഇത് പറയുന്നത്? അപ്പം ഇതിനകത്ത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ നമ്മൾ അതിനകത്ത് പറയുന്ന ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. ഇതെല്ലാവരും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും ഇലക്ട്രോൺസ് പോലുള്ള മൈക്രോ പാർട്ടിക്കിൾസിൻ്റെ ഒരേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ സ്പീഡ്. ഇപ്പം ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ഇലക്ട്രോണുകൾ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്തെ നമ്മൾ നോക്കുമ്പോൾ ഒരേ സമയത്ത് അതിൻ്റെ പൊസിഷനും അതേ സമയത്ത് അതിൻ്റെ സ്പീഡും നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നമ്മൾ പൊസിഷൻ അതിവിടെയാണെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്പീഡും അതിവിടെയാണ് ഇത്ര സ്പീഡിൽ. അതിപ്പം നിങ്ങളിപ്പം അതിനകത്ത് പോവുകയാണെങ്കിൽ, നിങ്ങളിപ്പം ഒരു സൈക്കിളിൽ പോവുകയാണെങ്കിൽ നിങ്ങളറിയാം, നിങ്ങളിപ്പം അതിനകത്ത് ഇപ്പം നിങ്ങളുടെ കോട്ടയത്ത് അപ്പോൾ അതിനകത്ത് കോട്ടയത്ത് നിങ്ങൾ എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പം നിങ്ങൾ 2 മീറ്റർ പെർ സെക്കൻഡിലാണ് നിങ്ങൾ മെല്ലെയാണ് പോയത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങളെ കറക്റ്റ് പൊസിഷൻ കോട്ടയത്ത് ആണെന്നും നിങ്ങൾ കറക്റ്റ് 2 മീറ്ററാണ് പോകുന്നതെന്നും നമുക്ക് പറയാൻ പറ്റും, ഒരാൾക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. പക്ഷേ ഒരു ഇലക്ട്രോണിൻ്റെ കേസിൽ അത് ഇന്ന സ്ഥലത്താണ്, ഇത്ര സ്പീഡാണെന്ന് ഒരുമിച്ച് നമുക്ക് രണ്ടുകൂടി എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പൊസിഷൻ ഇവിടെയാണെന്ന് പറയുമ്പോഴേക്ക് അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്ത്, സ്പീഡിൽ നമ്മൾ പറയുമ്പോഴേക്ക് സ്പീഡിൽ എറർ ഉണ്ടാവും, മനസ്സിലായില്ലേ? ഇനി സ്പീഡ് കറക്റ്റ് പറയുമ്പോഴേക്കോ അതിൻ്റെ പൊസിഷൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ പൊസിഷനിൽ എറർ ഉണ്ടാവും. അപ്പോൾ ഒരേ സമയത്ത് അതിൻ്റെ പൊസിഷൻ ഇന്നതാണ്, അതിൻ്റെ സ്പീഡ് ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ, നിങ്ങൾ ബസ്സിൽ പോവുക, നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന സ്ഥലത്തെത്തി, നിങ്ങൾക്ക് ഇത്ര സ്പീഡാണ് പറയാമല്ലോ, പറയാം. നിങ്ങളൊരു ഇലക്ട്രോൺ ആണെങ്കിൽ നിങ്ങളുടെ കേസിൽ എന്ത് പറയാൻ പറ്റില്ല, നിങ്ങൾ ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്പീഡാണെന്ന് രണ്ടും ശരിയായിട്ട് പറയാൻ പറ്റില്ല. പൊസിഷൻ പറയുമ്പോഴേക്ക് സ്പീഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, എറർ ഉണ്ടാവും, തെറ്റുണ്ടാവും, രണ്ടുകൂടി കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അതാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതിനകത്ത് പ്രിൻസിപ്പിൾ എത്രയോ ഈ ചാപ്റ്ററിലെ അപ്പം നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുന്നേ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ് ഈ ചാപ്റ്റർ തുറന്നാൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ചാപ്റ്റർ തുറന്ന ഫസ്റ്റ് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. അതിൻ്റെ ന്യൂമറിക്കലും ചോദിക്കാറുണ്ട്. സോ അത് രണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ വർഷം ചോദിച്ചു നോക്കാം. തുറന്നാൽ പഠിക്കണം എന്ന് പറയുന്നതിന് റീസൺ നോക്കൂ. 2 മാർക്കിന് ഇമ്പ്രൂവ്മെൻറ്റ് ജാനുവരി 2022, മോഡൽ 2023, മോഡൽ 2025, സെപ്റ്റംബർ 2021, മോഡൽ 2021, മോഡൽ 2024, മാർച്ച് 2025, ഇമ്പ്രൂവ്മെൻറ്റ് 2023, മാർച്ച് 2025, അത് പറഞ്ഞു, ഇമ്പ്രൂവ്മെൻറ്റ് 2022, മോഡൽ 2024 പ്രോബ്ലം, മോഡൽ 2025 പ്രോബ്ലം, മാർച്ച് 2025 പ്രോബ്ലം. അതെ, അപ്പം ഈ ചാപ്റ്റർ തുറന്നാൽ ആദ്യം പഠിക്കേണ്ടത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയ്സൻബർഗിലോട്ട് പോകാം. ഹെയ്സൻബർഗ്. അപ്പം ഓക്കെ, അപ്പം ഇതാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എന്താ മലയാളം?
മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ, ചെറിയ വസ്തുക്കൾ. നിങ്ങളൊക്കെ വലിയ ആളുകളല്ലേ, ടിൻഡുമോളിന്റെ വെലോസിറ്റി നമുക്ക് പറയാൻ പറ്റും. ടിൻഡുമോൾ ഇപ്പം തിരുവനന്തപുരത്താണ് എത്തിയിരിക്കുന്നത്. ടിൻഡുമോൾ ഓടുന്നത് 100 മീറ്റർ/സെക്കൻഡിലാണ്. ടിൻഡുമോൾ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടിൻഡുമോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. പറയാൻ പറ്റും, മനസ്സിലായില്ല. പക്ഷേ ടിൻഡുമോൾ ഒരു ഇലക്ട്രോൺ ആയിരുന്നെങ്കിലോ പറയാൻ പറ്റില്ല. ടിൻഡുമോൾ തമ്പാനൂർ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് ടിൻഡുമോൾ ഇത്ര വേഗത എന്ന് പറയാൻ പറ്റില്ല. ടിൻഡുമോളിൻ്റെ വേഗതയ്ക്ക് അതിനകത്ത് കറക്റ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, നമുക്ക് പറ്റില്ല, ടു ഡിറ്റർമിൻ, നിർണ്ണയിക്കാൻ, സൈമിൾട്ടേനിയസ്ലി, ഒരേ സമയത്ത്, എന്ത്, ബോത്ത് പൊസിഷൻ, അതിൻ്റെ സ്ഥാനവും, ആൻഡ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ സ്പീഡ്, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻറ്റം. അപ്പോൾ അതിനെ സ്പീഡ് എന്നും പറയാം, വെലോസിറ്റി എന്നുള്ള രീതിയിൽ. മാസ് എന്തായാലും അതിനകത്ത് ഇലക്ട്രോണിൻ്റെ മാസ് എന്താണ്, ഫിക്സഡ് ആണ്. അപ്പോൾ പിന്നെ എന്താ അതിനകത്ത് മാറുന്നത്, വെലോസിറ്റിയാണ്. അപ്പം മൊമെൻറ്റം ഓഫ് എ ഇലക്ട്രോൺ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പം, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ, നിങ്ങളെ തിയറി പ്രകാരമുള്ള അത് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ സൈമിൾട്ടേനിയസ്ലി ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ വിത്ത് ആക്യുറസി. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആ വസ്തു ഇത്ര വേഗതയിലാണ് പോകുന്നത്. വേഗത വരുമ്പോൾ അതിൻ്റെ മാസ് കൂടി വരുമ്പോൾ മൊമെൻറ്റം വരും. അപ്പോൾ ഇത്ര മൊമെൻറ്റത്തിലാണ് പോകുന്നത്, ഇത്ര വേഗതയിലാണ് പോകുന്നത്, ഇന്ന സ്ഥലത്താണ് എന്ന് നമുക്ക് ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല എന്നാണ് ഹെയ്സൻബർഗ് പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ട്രോണുകൾ എന്താണ്, പ്രത്യേക പാതയിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. പണ്ട് ബോറിൻ്റെ മോഡൽ, റുദർഫോർഡിൻ്റെ മോഡലൊക്കെ പറഞ്ഞിരുന്നത് ഒരു ന്യൂക്ലിയസ് സെൻറ്ററിലുണ്ട് പോസിറ്റീവ് ചാർജ്, എന്നിട്ട് ഇലക്ട്രോണുകൾ അതിന് ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ്. പക്ഷേ ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ അതിനകത്ത് പറയുന്നത് അങ്ങനെ ഇലക്ട്രോണുകൾക്ക്, അപ്പം ഹെയ്സൻബർഗ് പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇലക്ട്രോണുകൾക്ക് അങ്ങനെ പ്രത്യേക പാത, പ്രഡിക്റ്റ് ചെയ്യാവുന്ന പാതയൊന്നുമില്ല. ഇലക്ട്രോണുകൾ അതിനകത്ത് എക്സാക്ട്ലി നമുക്ക് അതിൻ്റെ പൊസിഷനോ അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേക പാതയിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സെൻറ്റൻസിനെ ഹെയ്സൻബർഗ് അത് തെറ്റിക്കുകയാണ്. അത് അങ്ങനെയല്ല എന്ന് പറയുകയാണ്, മനസ്സിലായില്ലേ. അപ്പം ഇലക്ട്രോണുകൾ പ്രത്യേക പാതയിലാണ് കറങ്ങുന്നത് എന്ന ആ ഒരു തിയറിയെ ഇത് റൂൾ ഔട്ട് ചെയ്യുകയാണ്. അപ്പം പിന്നീടാണ് ഇതെന്നൊക്കെ പിന്നീട് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോണുകൾ ഇങ്ങനെ പ്രത്യേക പാതയിലൊന്നുമല്ല. ഇലക്ട്രോണുകൾ എന്താണ്, അതിനകത്ത് പല ഓറിയൻറ്റേഷനിൽ അവരെ കാണാൻ സാധിക്കും. അവരെ പ്രത്യേക പാതയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. അങ്ങനെ പ്രത്യേക പാതയിൽ കറങ്ങുകയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത് ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്പീഡിലാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് സ്പീഡ് പറയുമ്പോഴേക്കും അതിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ടാവും. അവർ പ്രഡിക്റ്റ് ചെയ്തൊരു പാത്തിലല്ല അത് മൂവ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്തിലല്ല അത്, അതിൻ്റെ രീതിയിൽ പല സ്ഥലങ്ങളിൽ അതിനെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള ഏരിയകളെയാണ് നമ്മളിങ്ങനെ പി ഓർബിറ്റൽ എന്നും. ഇപ്പം നമുക്കറിയാം, അപ്പം നമ്മൾ പറയാറില്ലേ, നമ്മളെന്ത് പറയാറുണ്ട്, നൈട്രജൻ്റെ വീട്ടിൽ 7 ആളാണ്. അപ്പം നൈട്രജൻ്റെ വീട് ഇങ്ങനെ നമ്മൾ വരയ്ക്കാറുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്, അപ്പം നൈട്രജൻ്റെ ഫസ്റ്റ് വീട്ടിൽ എസ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ നിലയിൽ 2 ആളുകൾ നിൽക്കും, അത് എസ് ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എസ്സിൻ്റെ ഷേപ്പ് ശരിക്കും എന്താണ്, റൗണ്ടാണ്. അപ്പോൾ ഈ എസ്സിനെ ഇവിടെ എവിടെയും കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ എസ് ഫസ്റ്റ് നിലയിൽ നിൽക്കുന്ന ഇലക്ട്രോണ് ഇവിടെ എവിടെയും എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അതിനെ പല ഇതിനകത്ത് കാണല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ നമ്മൾ വരയ്ക്കുമ്പം നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് റൗണ്ട്. അതാണ് എസ്, അതാണ് അത്. അപ്പോൾ അതിനെ ഇവിടെയൊക്കെ കാണാം എന്നുള്ളതാണ് ഈ എസ് ആയി വരുന്നത്. അല്ലാണ്ട് ഇലക്ട്രോണിനകത്ത് പ്രത്യേക വീട്, പ്രത്യേക റൂം അങ്ങനെയല്ല. അല്ലാതെ അവിടെ ഫിക്സഡ് ആയിട്ട് അവിടെ കട്ടിൽ കിടക്കുന്ന അങ്ങനെ ഒരു പരിപാടിയല്ല. ഈ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എസ്സിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുക. എസ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പാണ്. അപ്പം ഈ ഇലക്ട്രോൺ എവിടെയെങ്കിലുമൊക്കെ കാണും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ കാണാൻ സാധ്യതയുള്ള ഏരിയകളെ മാർക്ക് ചെയ്യുമ്പോൾ ഒരു റൗണ്ടാണ് വരുന്നത്. ഇനി 2ാം നിലയിൽ പി ആണ്. അപ്പോൾ നമ്മൾ പിക്ക് ഇങ്ങനെയാണ് വരയ്ക്കുക. അതിനർത്ഥം എന്താണ്, അവിടെയുള്ള ഇലക്ട്രോണിനെ ഈ ഏരിയകളിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ശരിക്കും ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലോട്ടൊന്നും നിങ്ങൾ പോകേണ്ട എനിവേ. അപ്പോൾ റൗണ്ടായിട്ട് ഇങ്ങനെ പോകുമൊന്നുമല്ല എന്നുള്ളതാണ് ഹെയ്സൻബർഗ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ. ഞാൻ കാർഡ് കയറുന്നില്ല, സോറി. ഓക്കെ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഹെയ്സൻബർഗ് എന്ന് എഴുതി വെച്ചിട്ട് ഇതിനകത്ത് ഇത് എഴുതി വെക്കുക. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ, നമുക്ക് പറയാൻ പറ്റില്ല സൈമിൾട്ടേനിയസ്ലി, ഒരേ സമയത്ത് തന്നെ, ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ വിത്ത് ആക്യുറസി.
കൃത്യമായിട്ട് ഇലക്ട്രോണിൻ്റെ അതിൻ്റെ പൊസിഷനും അതിൻ്റെ മൊമെൻറ്റവും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ പണ്ട് പറഞ്ഞ പോലെ പ്രത്യേക പാതയിലൊന്നുമല്ല കറങ്ങുന്നത്. ഇറ്റ് റൂൾസ് ഔട്ട്, അത് തള്ളിക്കളയുകയാണ്. എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത്, പ്രത്യേക പാതകളുണ്ട്. അവർ ട്രജക്ടറീസ് ഓഫ് ഇലക്ട്രോൺസ്, മനസ്സിലായി, ഇലക്ട്രോണുകൾ പ്രത്യേക പാതയിലാണ് കറങ്ങുന്നത് എന്നുള്ള ആ ഒരു സംഭവത്തെ അത് റൂൾ ഔട്ട് ചെയ്യുകയാണ്. ഇറ്റ് റൂൾ ഔട്ട് എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത് ഓഫ് ഇലക്ട്രോൺസ്, ഒരു ട്രജക്ടറി എന്നൊന്നും വേണ്ട, ഡെഫിനിറ്റ് പാത്ത് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട്, ഡെഫിനിറ്റ് പാത്ത് ഉണ്ട് എന്ന് പറയുന്നതിന് അത് റൂൾ ഔട്ട് ചെയ്യുകയാണ്. ഇലക്ട്രോൺസ് അതുപോലെ സിമിലർ പാർട്ടിക്കിൾസിനൊക്കെ പ്രത്യേക പാതയിലാണ് അവർ കറങ്ങുന്നത് എന്ന് പറയുന്ന ആ ഒരു അതിനെ അവർ തള്ളിക്കളയുകയാണ്. ഇനി അതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പളിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ, ഇനി മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ആണ്. അത് ഒരുമിച്ച് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എപ്പോഴും അതിനകത്ത് എന്ത് വരും, അതിൻ്റെ വാല്യൂ അതിനകത്ത് എച്ച് ബൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π ആണ്. അപ്പോൾ അതിന് സംഭവിക്കുന്ന ആ ഒരു എറർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, എച്ച് ബൈ 4π വലുതാണ് എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യും, അതിൻ്റെ പ്രോഡക്റ്റ് ഒരു എറർ അതിനകത്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്നുള്ളതാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പളിൻ്റെ ആ ഒരു ഇക്വേഷൻ. അപ്പം ഇത് അതിനകത്ത് അപ്പം ആരാ അതിനകത്ത് ജോയിൻ ആവുന്നത്? അപ്പം ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പളിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഇത്രയേ എഴുതാനുള്ളൂ. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഇത് ക്ലിക്ക് ചെയ്ത് വെക്കൂ. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചാപ്റ്റർ തുറന്നാൽ ഫസ്റ്റ് പഠിക്കേണ്ടത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പളാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചോ? ഇതെല്ലാവരും പഠിച്ചില്ലേ? അപ്പോൾ ഇത് മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് ഒരു ഇലക്ട്രോൺ പോലുള്ള വസ്തുക്കളുടെ ഒരേ സമയത്ത് തന്നെ അതിൻ്റെ പൊസിഷനും അതിൻ്റെ സ്പീഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺസ് എക്സ് വിത്ത് ആക്യുറസി. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പറയാം, പക്ഷേ അതിനകത്ത് എറർ ഉണ്ടാവും. അപ്പം അതിനകത്ത് ആ ഒരു എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി, മൊമെൻറ്റത്തിൻ്റെയും ആ ഒരു പൊസിഷൻ്റെയും പ്രൊഡക്റ്റ്, അതിൽ വരുന്ന എറർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്നുള്ളതാണ്. ഇനി ഇതിനെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കി മാറ്റാം? മൊമെൻറ്റത്തിനെ നമുക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാക്കി കൂടെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്നാക്കാം. ഇനി മാസ് എപ്പോഴും ഫിക്സഡ് ആണ്, അപ്പം അതിൽ ചേഞ്ച് വരില്ല. അപ്പോൾ ഡെൽറ്റ എമ്മിനെ പുറത്തേക്ക് ഇട്ടിട്ട് ഈ വെലോസിറ്റിക്ക് എന്ത് ചെയ്യുക, അതിൽ ചേഞ്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഗ്രേറ്റർ ദാൻ എച്ച് ബൈ 4π എന്ന് വരും. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്ന് വരും. അപ്പം ഈ ഒരു ഇക്വേഷൻ അതിനകത്ത് നിങ്ങൾക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഇക്വേഷൻ? അത് ഇനി പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളതാണ്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. അതുപോലെ തന്നെയാണ് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ ബി. മാസ് ഫിക്സഡ് ആയതുകൊണ്ട് ചേഞ്ച് വെലോസിറ്റി കൊടുത്തു, വെലോസിറ്റിയാണ് അതിനകത്ത് ചേഞ്ച് ആവുന്നത്. അപ്പം എച്ച് ബൈ 4π. അപ്പം പൊസിഷനും വെലോസിറ്റിയുമാണ് അതിനകത്ത് ചേഞ്ച് ആവുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായി. ഇനി നമുക്ക് നേരെ അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നത് നോക്കാം. അപ്പം ഇത് കണ്ടോ ചോദ്യം, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ എക്സ്പ്രഷൻ പറയാനുമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിലെ പ്രോബ്ലം നിങ്ങളൊന്ന് നോക്കൂ. എ മൈക്രോസ്കോപ്പ് യൂസിങ് suitable photons is employed to locate an electron in an atom within a distance of 0.1 angstrom. What is the uncertainty involved in the measurement of its velocity? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പാർട്ടിക്കിൾസിനെ, ഒരു ഇലക്ട്രോണിനെ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ്, ഒരു ആറ്റത്തിൽ അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് 0.1 ആങ്സ്ട്രം എന്നാണ്. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഡിസ്റ്റൻസ് അത് 0.1 ആങ്സ്ട്രം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ലൊക്കേറ്റ് ചെയ്ത് ഇതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ സ്പീഡ് നമ്മൾ പറയുകയാണെങ്കിൽ അതിനകത്ത് എത്രത്തോളം അൺസർട്ടനിറ്റി വരാം, ചേഞ്ചസ് അതിനകത്ത് വരാം എന്നുള്ളതാണ്. അപ്പം അത് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പൊസിഷൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ എക്സ് 0.1 × 10⁻⁻10. ഇനി എം ഡെൽറ്റ വി ആണ് ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാം, എം അത് കൊടുത്തു.
ഡെൽറ്റ വി അതിൻ്റെ വെലോസിറ്റിയിലെ ചേഞ്ചാണ് ചോദിച്ചത്, കണ്ടില്ലേ? അപ്പം വെലോസിറ്റിയിൽ ഡെൽറ്റ വി അതാണ് കാണാൻ. അൺസെർട്ടനിറ്റി ഇൻ ദ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π ആണ്. അപ്പം നമ്മൾ അതിൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. അപ്പം നിങ്ങളോട് എന്താ ചോദ്യം നോക്കൂ, എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. എ മൈക്രോസ്കോപ്പ് യൂസിങ് സ്യൂട്ടബിൾ ഫോട്ടോൺസ്, നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, മൈക്രോസ്കോപ്പിൽ നോക്കുകയാണ്. ഈസ് എംപ്ലോയിഡ് നമ്മൾ ചെയ്യുകയാണ് ടു ലൊക്കേറ്റ് എൻ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുകയാണ്. ഇൻ എൻ ആറ്റം എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇതിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്, 0.1 ആങ്സ്ട്രം. അപ്പോൾ അവിടെ അതിനകത്ത് ഡെൽറ്റ എക്സ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, 0.1 ആങ്സ്ട്രം എന്നുള്ള വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ പൊസിഷൻ ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഡെൽറ്റ എക്സിൻ്റെ പകരമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി വാട്ട് ഈസ് ദ അൺസെർട്ടനിറ്റി ഇൻവോൾവ്ഡ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി, അതിൻ്റെ വെലോസിറ്റിയിൽ എന്ത് അൺസെർട്ടനിറ്റി ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ക്വസ്റ്റ്യൻ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ എപ്പോഴും എന്തുണ്ടാകും, അൺസെർട്ടനിറ്റി എന്നുണ്ടാകും. അപ്പോൾ ഒരു ന്യൂമറിക്കലാണ് അൺസെർട്ടനിറ്റി എന്ന വാക്ക് അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ എഴുതേണ്ടതാണ് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അപ്പം നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്, അൺസെർട്ടനിറ്റി ഇൻ ദ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായി. ഇനി ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പോൾ അവിടെ എത്രയാണ്, 0.1 ആങ്സ്ട്രമാണ്. 0.1 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 ആണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. മനസ്സിലായോ? മീറ്ററിലോട്ട് മാറ്റുമ്പോൾ അതിനെ ആങ്സ്ട്രത്തിനെ മീറ്ററിലോട്ടാക്കുമ്പോൾ ഇൻറ്റു 10⁻⁻10 എന്ന് ചെയ്യണം. കാരണം നോക്കൂ, നിങ്ങൾ ക്വസ്റ്റ്യനിൽ വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 0.1 ആങ്സ്ട്രം, അത് ആങ്സ്ട്രമാണെന്ന് മനസ്സിലായല്ലോ, ആങ്സ്ട്രത്തിൻ്റെ സിമ്പലാണത്. അപ്പോൾ ആങ്സ്ട്രം എ മുകളിലൊരു ചെറിയ സീറോ പോലെ കണ്ടല്ലോ. അപ്പോൾ ആങ്സ്ട്രം, ഈ ആങ്സ്ട്രത്തിൻ്റെ ഇനി എന്ത് ചെയ്യണം നിങ്ങൾ, ആ ആങ്സ്ട്രത്തിനെ നിങ്ങൾ മീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ 0.1 ഇൻറ്റു ആങ്സ്ട്രത്തിന് പകരം നിങ്ങൾ 0.1 ഇൻറ്റു ആങ്സ്ട്രത്തിൻ്റെ അവിടെ 10⁻⁻10 എന്നാണ് കൊടുക്കേണ്ടത് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ. മനസ്സിലായോ? ഓക്കെയാണ്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി എന്ത് ചെയ്യണം, വാട്ട് ഈസ് ദ അൺസെർട്ടനിറ്റി ഇൻവോൾവ്ഡ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിയാണ് അവിടെ ചോദിച്ചത്. അപ്പോൾ ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലായാൽ മാസ് കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ എന്ത് കൊടുക്കണം, 9.1 ഇൻറ്റു 10⁻⁻31 എന്ന് കൊടുക്കണം. ഇത് രണ്ടും ഓക്കെ ആണോ? ഇതിനകത്ത് ആങ്സ്ട്രത്തിൽ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിച്ചേ, ലൈക്ക് ഓർ ഡിസ്ലൈക്ക് പെട്ടെന്ന്. നിങ്ങൾ മനസ്സിലായി എന്ന് അറിയുമ്പോഴേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ അടുത്തതിലോട്ട് മൂവ് ചെയ്യാൻ. അപ്പം കേൾക്കുന്നവരെല്ലാം അതിനകത്ത് ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇനി മാസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അൺസെർട്ടനിറ്റി ഇൻ വെലോസിറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ ഡെൽറ്റ വി ആണ് കാണാൻ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 6.6 ഇൻറ്റു 10⁻⁻34. 4 നമുക്കറിയാം, ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14 ആണ്. അപ്പം വളരെ സിമ്പിളാണ്. ഇനി ഡെൽറ്റ വിന് എന്ത് ചെയ്യുക, അവിടെ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വരും, ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6.6 ഇൻറ്റു 10⁻⁻34ഉം അടിയിൽ 4 ഇൻറ്റു 3.14 ഉണ്ട്. അപ്പോൾ ഡെൽറ്റ വിനെയാണ് നമുക്ക് കാണേണ്ടത്, അതിനവിടെ വെച്ചു. ബാക്കി അതിൻ്റെ കൂടെ ഉള്ളതൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ ഗുണിക്കണം എന്നല്ലേ. അപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അടിയിൽ എഴുതുക, അരിക്കണം എന്നാക്കുക, അതായത് അടിയിൽ എഴുതുക എന്ന ഉദ്ദേശം. അപ്പോൾ ബാക്കി അവിടുത്തെ വാല്യൂസിനൊക്കെ എന്ത് ചെയ്യുക, അടിയിൽ എഴുതുക. 0.1 ഇൻറ്റു 10⁻⁻10 ഇൻറ്റു 9.1 ഇൻറ്റു 10⁻⁻31. ഇത് മനസ്സിലായവർ അതിനകത്ത് ലൈക്ക് അടിച്ചേ. അപ്പം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാൽക്കുലേറ്ററിൽ ഇവിടെ നിന്ന് അങ്ങ് ചെയ്ത് ചുരുക്കിയതിൻ്റെ ശേഷം അപ്പുറത്തേക്ക് കൊണ്ടായാലും മതി. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇവിടുത്തെ ഈ വാല്യൂസ് എന്ത് ചെയ്യുക, ഈ വാല്യൂസ് അവിടെ അൺസെർട്ടനിറ്റി ഇൻ ദ വെലോസിറ്റിയാണ് ചോദ്യം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനുകളാണ് കേട്ടോ, പ്രോബ്ലമാണ്, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പം അൺസെർട്ടനിറ്റി ഇൻ ദ അതിനകത്ത് ഇവിടെ ചെയ്യുക, ഈ 0.1ഉം 9.1ഉം ഗുണിക്കുക. അതുപോലെ തന്നെ 10ൻ്റെ പവറുകൾ എന്ത് ചെയ്യുക, ഗുണിക്കുക, ഒരുമിച്ച് എഴുതുക. അപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0.91 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇതെന്താ, ഇത് മൈനസാണ്, ഇത് മൈനസാണ്. അപ്പോൾ ഗുണിക്കുമ്പോൾ നേരെ രണ്ടും ഒരുപോലെയാണെങ്കിൽ കൂട്ടലാണ്. അപ്പോൾ -41 എന്ന് വരും, 10⁻⁻41 ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു
ഇവിടെ വരിക 6.6 ഇൻറ്റു 10. അപ്പം 6.6 മുകളിൽ വന്നു. ആദ്യം നമ്പറുകൾ എഴുതി വെക്കുക. 6.6 4 ഇൻറ്റു 3.14. ഇതിനകത്ത് 4 ഇൻറ്റു അപ്പോൾ 6.6 മുകളിൽ അതിനകത്ത് വന്നു, അടിയിൽ 4 ഇൻറ്റു 3.14 വന്നു. അത് ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു 3.14 എത്ര? ഏകദേശം 12ൻ്റെ റേഞ്ചിൽ വരും. അതിനെ 6.6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 ഇൻറ്റു 3.14 ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടും. അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഏകദേശം 12 വന്നു എന്ന് വിചാരിച്ചോളൂ. ഞാൻ റഫ്ലി പറയുകയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒക്കെ ഞാൻ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇതാ ഇത് ഞാൻ ഇതിനകത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ശേഷം ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അപ്പം അല്ലാണ്ടെയും ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ എനിവേ ഇതിനകത്ത് ഈ ഇക്വേഷനാണ് ഇതിനകത്ത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ആവുമ്പം എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ ലാസ്റ്റ് യൂണിറ്റ് വരേണ്ടത്. അപ്പം കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ചോദ്യത്തിൽ എന്തുണ്ടാവും? ഒരു അൺസെർട്ടനിറ്റി കാണാനുണ്ടാവും. അപ്പം ഞാനിതിനകത്ത് ഇവിടെ നിങ്ങളെ ആ ഒരു ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിക്കോളൂ. ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കാവുന്ന ടേം എന്താണ്? അൺസെർട്ടനിറ്റി എന്ന് ക്വസ്റ്റ്യനിലുണ്ടാകും. ന്യൂമറിക്കലാണെങ്കിൽ ഉടനെ എഴുതേണ്ട ഇക്വേഷനാണ് എം ഡെൽറ്റ വി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്ന് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളെ അതിനകത്ത് ഇങ്ങനെ എഴുതിയാലും മതി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു ആങ്സ്ട്രം ഇൻറ്റു മാസിന് നിങ്ങൾ ഇലക്ട്രോണിൻ്റെ മാസ് 9.1 ഇൻറ്റു 10⁻⁻31. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ സ്പീഡിലെ മാറ്റമാണ്. സ്പീഡിലെ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ചോദിച്ചത്, അൺസെർട്ടനിറ്റി. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ 6.6 ഇൻറ്റു 10⁻34, 4 ഇൻറ്റു പൈൻ്റെ വാല്യൂ 3.14. ഇനി നിങ്ങൾ ഇവിടുന്ന് ഇത് ചെയ്യുക. ആങ്സ്ട്രത്തിനെ മാറ്റണം. ആങ്സ്ട്രത്തിന് എന്താക്കണം? ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മാറ്റണം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അത് മാറ്റി എഴുതി വെച്ചാൽ മതി. 0.1 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? 0.1 ഇൻറ്റു 10⁻⁻10 മീറ്ററാണ്. അപ്പോൾ ആങ്സ്ട്രത്തിന് പകരം 10⁻⁻10 എന്ന് എഴുതണം. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ചെയ്യുക, വാല്യൂസ് കിട്ടും. അപ്പം 0.1 ഇൻറ്റു 9.1 സംഖ്യകൾ തമ്മിൽ ആദ്യം ഗുണിക്കുക, പിന്നെ പവറുകൾ തമ്മിൽ ഗുണിക്കുന്ന രീതിയിൽ എഴുതി വെച്ച് കാൽക്കുലേറ്റർ ചെയ്താൽ ആൻസർ കിട്ടും. ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യുക? 6.6 ഉണ്ട്, അടിയിൽ 4 ഇൻറ്റു 3.14 എത്രയാണ് നോക്കുക, ഇൻറ്റു 10⁻⁻34 ആണ് അവിടെ ഉള്ളത്. ഇനി നിങ്ങൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ച് കിട്ടും. അപ്പം അത് 0.91 ഇൻറ്റു 10⁻⁻41 എന്ന് കിട്ടും. ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എത്രയാണ് വാല്യൂ കിട്ടുന്നത് നോക്കാം. അവിടെ 4 ഇൻറ്റു 3.14 എത്രയാണ് വരുന്നത്? 4 ഇൻറ്റു 3.14 4 ഇൻറ്റു 3.14 12.56 വരുന്നത്. അപ്പോൾ 6.6/12.56 എന്ന് വരും, ഇൻറ്റു 10⁻⁻34. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6.6നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6.6 ഡിവൈഡഡ് ബൈ 12.5. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് വാല്യൂ. മനസ്സിലായില്ലേ? ഇനിവേ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നാളെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. 2 മാർക്കിന് മോഡൽ 2024 ഏറ്റവും റീസെൻറ്റ് വന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനകത്തെ ഇനി ഇത് നോക്കൂ. ഇതും അതേപോലൊരു ചോദ്യമാണ്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ഏറ്റവും റീസെൻറ്റ് മോഡൽ എക്സാമിന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മോഡൽ എക്സാം നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി പോകേണ്ട ഒരു പേപ്പറാണ്. ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ? അൺസെർട്ടനിറ്റി എന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? അൺസെർട്ടനിറ്റി എന്നുണ്ട്. എവിടെയാണ്? ഇൻ വെലോസിറ്റി ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ വിത്ത് എ മാസ് തന്നിട്ടുണ്ട്, അൺസെർട്ടനിറ്റി പൊസിഷനും തന്നിട്ടുണ്ട്. അപ്പം എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ അൺസെർട്ടനിറ്റി വെലോസിറ്റിയാണ് കാണാൻ. അപ്പം നിങ്ങൾ ചുമ്മാ എന്ത് ചെയ്താൽ മതി? ഈ അൺസെർട്ടനിറ്റി കാണാനുണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പം അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഞാൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് സെയിം മോഡലാണ്. ഓക്കെ ആണെന്നുള്ളവർ ലൈക്ക് അടിച്ചേ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ അതിനകത്ത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതിനകത്ത് അത് എഴുതാം. അതിനാൽ അൺസെർട്ടനിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി h/4π. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി h/4π. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഈസിക്കൽ ടു h/4π ഇൻറ്റു എം. ഇതിനെ ഈ എമ്മിനെ അങ്ങോട്ട് കൊണ്ടുപോയി എഴുതിയാൽ മതി. ഡെൽറ്റ വി ഈസിക്കൽ ടു ഡെൽറ്റ എക്സ് എന്താണ്? അപ്പം നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി സിമ്പിളാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും മതി. ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഡെൽറ്റ എക്സ് ഇൻറ്റു അൺസെർട്ടനിറ്റി തന്ന പ്രോബ്ലം ആണെങ്കിൽ എപ്പോഴും ഇതാണ് എഴുതേണ്ടത്.
ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വെലോസിറ്റിയാണ് ചോദ്യമെങ്കിൽ എം ഡെൽറ്റ വി എന്ന് എഴുതണം. എന്നിട്ട് ഇക്വേഷൻ ഇവിടെ നിന്ന് തന്നെ അങ്ങ് ചെറുതാക്കിയിട്ട് ഈ നമുക്ക് ഡെൽറ്റ വി അല്ലേ ചോദിച്ചത്, അപ്പോൾ മറ്റേനൊക്കെ അവിടെ അടി കൊണ്ട് എഴുതിയാൽ മതി. അപ്പോൾ ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ എച്ച് ബൈ 4π അവിടെ ഉണ്ട്. ഈ ഡെൽറ്റ എക്സിന് അടി കൊണ്ടുപോകും അപ്പുറത്തേക്ക്, ഈ എമ്മിനെ അടി കൊണ്ടുപോകും. എന്നിട്ട് അവിടെ തന്ന വാല്യൂസ് ഡെൽറ്റ വി കാണാനാണ് എച്ചിൻ്റെ വാല്യൂ കൊടുക്കുക, 4ൻ്റെ വാല്യൂ കൊടുക്കുക, പൈൻ്റെ വാല്യൂ കൊടുക്കുക. ഡെൽറ്റ എക്സ് അവിടെ തന്നിട്ടുണ്ട്, എത്രയാ പൊസിഷൻ, ഇതാ പൊസിഷൻ 3.13 നാനോമീറ്റർ. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3.313 നാനോമീറ്ററാണ്. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻9 ആണ്. അപ്പോൾ നിങ്ങൾ 3.313 ഇൻറ്റു 10⁻⁻9 എന്ന് കൊടുക്കണം, അപ്പോഴേ അത് കറക്റ്റ് ആവുള്ളൂ മീറ്ററിൽ. അപ്പം ഈ പറഞ്ഞത് മനസ്സിലായോ? നാനോമീറ്റർ തന്നാൽ 10⁻⁻9 ആണ്, ആങ്സ്ട്രം തന്നാൽ 10⁻⁻10 ആണ് എന്ന്. അപ്പം അതവിടെ കൊടുക്കുക. അപ്പം നിങ്ങൾ അവിടെ എച്ചിൻ്റെ വാല്യൂ എച്ച് കൊടുക്കുക, 6.6 ഇൻറ്റു 10⁻⁻34. 4 പൈൻ്റെ വാല്യൂ 3.14. ഡെൽറ്റ എക്സ് പൊസിഷൻ അവിടെ തന്നു 3.313 ഇൻറ്റു 10⁻⁻9. മാസ് ഓഫ് ഇലക്ട്രോൺ നിങ്ങൾക്കെല്ലാം അറിയാം 9.1 ഇൻറ്റു 10⁻31 kg. ഇത് കാൽക്കുലേറ്ററിൽ അതിനകത്ത് ആദ്യം അടിയിലുള്ളതൊക്കെ ഗുണിച്ചിട്ട് ചെയ്യുക, എന്നിട്ട് ആ ഉത്തരത്തെ ഇങ്ങനെ എഴുതി വെക്കുക, 6.6 ഇൻറ്റു 10⁻34 അടിയിൽ കിട്ടുന്ന ഉത്തരവും, പിന്നെ അത് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പം ഇതാണ് അതിനകത്ത് അതിൻ്റെ ആൻസർ. വേണ്ടവർക്ക് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ ആൻസർ അടക്കം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇതിനകത്ത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ വീണ്ടും സെയിം ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റാണ്. ഇനി നമുക്ക് പോകുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലോട്ടാണ്. ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ഏരിയയുടെ. നമുക്ക് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പമുള്ളതാണ്. ഇതിനകത്ത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ് ഫുള്ള്. NA, LM എല്ലാം അത് തന്നെയാണ്. NA, LM കണ്ടുപിടിക്കാനാണ്. അത് ഭയങ്കര എളുപ്പമാണ്. റൂം നമ്പർ 2P എല്ലാം തന്നെയാണ്. പിന്നെ എസിൻ്റെ ഷേപ്പ്, എസിൻ്റെ പിയുടെ ഒക്കെ ഷേപ്പുകൾ പറയാനാണ്. പിന്നെ 3 പ്രിൻസിപ്പിൾ, ഓബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, ഇത്രയും ഇതിനകത്തുണ്ട്. അതോടെ ഈ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഇനി നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലോട്ടാണ് പോകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഞാനൊരു എക്സ്ട്രാ ഒരു സൺഡേ ഒരു 1.5 hours വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അത് തീർക്കാം കേട്ടോ. അപ്പം ഇതിനകത്ത് ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനകത്തൊരു ലൈക്ക് പറഞ്ഞേ. ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഓക്കെ